ഒരു രക്ഷയില്ല. കൊണ്ടോ സിറ്റ്. ഗുഡ് ബോയ്. അപ്പോൾ ചേട്ടായിമാരെ നമുക്ക് പോരാൻ പോയി. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മഴ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് പയർ നമ്മൾ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി പയറാണ്. പയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ പയറാണ്. ആ നാടൻ പയറിൽ നമ്മൾ മൂത്ത പയർ നോക്കിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മണി മൊത്തം പേർത്തിയിട്ട് ലൈറ്റായിട്ട് നമ്മൾ വെള്ള മുളകിട്ടിട്ട് ലൈറ്റായിട്ട് ഉപ്പിട്ടിട്ട് ഇച്ചിരി നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഈ പയർ വെച്ചിട്ട് ആ പരിപാടി ചെയ്യാൻ പോവാണ്. പയറിൻ്റെ ചന്തം കണ്ടു കഴിഞ്ഞിട്ട് എന്താണെന്ന് തോന്നും. പക്ഷെ നമുക്ക് പയറിൻ്റെ ചന്തം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് തോന്നും. പക്ഷെ ഒന്നും തോന്നിയിട്ട് കാര്യമില്ല. സംഭവം നേരെയാക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. നേരെ കഴിക്കാൻ പൊളിക്കും മക്കളെ. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം. സിമ്പിളായിട്ട് നേരെയാക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ സിമ്പിൾ പരിപാടി. പക്ഷെ അയ്യോ നോക്കി പുഴു പുഴു അല്ലേ. കടുകിട്ടു. ഇനി സവാള ഇട്ടു. ഇനി നമ്മുടെ വെള്ളമുളക് ഇട്ടു കേട്ടോ. വെള്ളച്ചീനി മുളക്. നമ്മുടെ പയർ മണിക്കുട്ടന്മാരിന് കഴുകിയെടുക്കുകയാണ്. പയർ മണിക്കുട്ടനെ അതെങ്ങനെ വൃത്തിയായിട്ട് കഴുകി ഇങ്ങനെ മണി പോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ടേ ഇങ്ങനെ ചന്തത്തിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു നുള്ള വെള്ളം ഒഴിച്ചു. നമ്മുടെ വെല്ല പൂച്ചക്കുട്ടിനെ തപ്പാൻ വേണ്ടി വന്നതാണ്. എവിടെയാടാ പൂച്ചക്കുട്ടി? വെല്ല എവിടെ? പൂച്ചക്കുട്ടിന് അവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. നോക്കിയോ, തപ്പാൻ വന്നാണ്. അവൻ തപ്പ് കേട്ടോ പൂച്ചക്കുട്ടിനെ. നമ്മുടെ കണ്ണൊക്കെ കഴിഞ്ഞിട്ട് വയ്യ. അപ്പോൾ നമ്മുടെ പയർക്കുട്ടന്മാർ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് നന്നായി ഇളക്കിയൊക്കെ കൊടുത്താ നമ്മുടെ പയർക്കുട്ടൻ തന്നെ സംഭവം സെറ്റാണ് മക്കളെ. നമ്മുടെ പയറുമണി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ. അവിടേക്ക് പോകാനൊന്നും സമയമില്ല. ഒരു രക്ഷയില്ല. കുറച്ച് കറിവേപ്പിലയും ഈ വെള്ളമുളകും ഇങ്ങനെ ഈ വെള്ളമുളക് കറിവേപ്പിലയും വെച്ചിട്ട് അങ്ങനെ പയർ മണിയൊക്കെ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ട് പിള്ളേർ ബീഡ കഴിക്കും പോലെ ഇങ്ങനെ എടുത്തിട്ട് പൂർണ്ണ വാലും കഴിച്ചുകൊണ്ടിരിക്കും. നല്ല ടേസ്റ്റുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇനി പാത്രം കഴുകാൻ വേണ്ടി ഒന്ന് അങ്ങനെ എടുത്തിട്ട് കൈവച്ചു. ആ ഇത് തൈരെടുത്തിട്ട് ഒരു പൊടിക്ക് ഉപ്പും കൂടി ഇട്ടിട്ടേ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ഐറ്റം ഉണ്ടാ. നൈസ് നമ്മുടെ പയർ അടിപൊളി.
എന്തായാലും അത് രാവിലെ റഷ് ചെയ്യാം. വെള്ളച്ചോറ് ഇല്ലെങ്കിലും പയറടിപൊളി. പാത്രം എടുത്തോ അപ്പോൾ കൊണ്ടോ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്, സിറ്റ്, ഗുഡ് ബോയ്. വെയിറ്റ് ഡൗൺ. ബെല്ല നോട്ടാ, നീ പറയാതെ ബെല്ല കഴിക്കില്ല കേട്ടാ. വെയിറ്റ് ആണ് കേട്ടോ ബെല്ല. യെസ്. ചേട്ടായിമാരെ ഭക്ഷണം കഴിച്ചു. നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ പയറുപ്പേരി തോരൻ. നമ്മുടെ ബേസിങ് കാണിച്ചിരിക്കല്ലേ, ഞാൻ അങ്ങനെ ഒരു എളുപ്പപ്പണി ചെയ്തതാണ്. ബാക്കി നമ്മുടെ ബെല്ലേക്കും കൊടുത്തിട്ടുണ്ട്, ബെല്ലേയും കഴിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോണു. ബൈ, ടാറ്റ.